വയനാട് മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ 3 പാടികളും 2 ക്വാർട്ടേഴ്സുകളും 20ഓളം വീടുകളും പൂർണ്ണമായും ഒലിച്ചുപോയി. ഇതിനുള്ളിൽ ഉണ്ടായിരുന്നവരെക്കുറിച്ച് ഇതേവരെ വിവരങ്ങളൊന്നുമില്ല. രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമലപ്പാലം തകർന്ന മുണ്ടക്കൈയിലേക്കുള്ള ഏക ഗതാഗത മാർഗം അടഞ്ഞതോടെ രക്ഷാപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും അങ്ങോട്ട് എത്താൻ സാധിക്കുന്നുമില്ല. പ്രദേശത്തെ 400 കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. രക്ഷാപ്രവർത്തകർക്ക് അടക്കം അങ്ങോട്ട് എത്താൻ സാധിക്കാത്തതുകൊണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല. മുണ്ടക്കൈയും അട്ടമലയും നിലവിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. മരണസംഖ്യ 11ആയി ഉയർന്നിട്ടുണ്ട്. നിലവിൽ 39 പേർ പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട്. 2019 പൊട്ടിയതിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടിയത്. പുഴ നേരെ പൊട്ടി വരികയായിരുന്നു. 50 മീറ്റർ പുഴ ഇപ്പോൾ 200 മീറ്റർ ആയിട്ടാണ് ഒഴുകുന്നത്. നിലവിൽ ഹെലികോപ്റ്റർ അടക്കമുള്ള മാർഗങ്ങളിലൂടെ ദുരന്തമുഖത്തേക്ക് എത്താനുള്ള വഴിയാണ് സംവിധാനങ്ങൾ തേടുന്നത്. പ്രദേശത്ത് ധാരാളം ഹോം സ്റ്റേകൾ ഉള്ളതുകൊണ്ട് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ മാത്രമേ അട്ടമല മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് എത്താനാകൂ എന്നാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കണ്ടെത്തിയ മൃതദേഹങ്ങൾ എത്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ കാലാവസ്ഥ മോശമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം പോത്തുകല്ല് ഭാഗത്ത് പുഴയുടെ ഭാഗത്തേക്ക് മൃതദേഹങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹമാണ് ഒഴുകിയെത്തിയത്. മൃതദേഹങ്ങൾക്ക് പുറമെ ഗ്യാസ് കുറ്റി പോലെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടി പുഴയിൽ ഒഴുകിയെത്തിയതായി ജലസേചന വകുപ്പ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വിലങ്ങാട് മലയങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടിയതുകൊണ്ട് മലയങ്ങാട് പാലം ഒലിച്ചു പോയിട്ടുണ്ട്. 4 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാലം പോയതോടുകൂടി 12 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളത്. പുഴയുടെ സൈഡിലുള്ള വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. പുലർച്ചെ 1 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ദുരന്തത്തെ തുടർന്ന് കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്കുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുമുണ്ട്.